Yes. What is manufactured? What is manufactured using Bessemer process? ബസ്മർ പ്രോസസ്സ് വഴി താഴെ പറയുന്ന ഏതാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഏതാണ്? സ്റ്റീൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി 3 ഓപ്ഷൻ കൂടെ പഠിക്കാം കേട്ടോ. കാർബണിൻ പൾപ്പ് പ്രോസസ്, ഗോൾഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതാ? സിങ്ക് അല്ലേ? ഒന്ന് വായിച്ചേ. അഖില മോളെ. ഗോൾഡ് കാർബണിൻ പൾപ്പ് പ്രോസസ്, സിങ്ക് ഇലക്ട്രോളിസിസ്, സിൽവർ പാൻ അമാൽഗമേഷൻ. ഓക്കെ, അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ കൺവേർഷൻ ഓഫ് സബ്സ്റ്റൻസ് ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു വേപ്പർ. സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകാതെ ഡയറക്റ്റായി വേപ്പറാക്കുന്ന പ്രോസസ്സിനെ എന്തു പറയുന്നു എന്നാണ് ചോദ്യം. എന്താണ്? സബ്ലിമേഷൻ. സബ്ലിമേഷൻ. ഒരു സോളിഡിനെ ലിക്വിഡ് ആകാതെ നേരിട്ട് വേപ്പറാകുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എന്താണ്? സബ്ലിമേഷൻ. ഡീകോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഘടകങ്ങളായി വിഘടിപ്പിക്കുന്നതിനാണ് ഡീകോമ്പോസിഷൻ എന്ന് പറയുന്നത്. കേട്ടോ? പിന്നെന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നേ? വേപ്പറൈസേഷൻ. എന്താ വേപ്പറൈസേഷൻ? ലിക്വിഡിനെ വേപ്പറാക്കുന്നതിനെയാണ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതെ. അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാറ്റത്തിന് ചാർജ് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് അയണൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ആണോ? ആണ്. എത്ര തരം അയോൺ ഉണ്ട്? എത്ര തരം അയോണുകളുണ്ട്? 2 തരം. എന്താണ്? പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോൺ. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ എന്ത് അയോൺ ഉണ്ടാവും? പോസിറ്റീവ്. ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോഴോ? നെഗറ്റീവ്. അറിയാമല്ലോ അല്ലേ? വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി അറ്റ് ഡാഷ്. ഏതാ മക്കളെ? 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാകുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ. 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ എന്താവും? തിളയ്ക്കും, വേപ്പർ ഉണ്ടാവും. കേട്ടോ? 0 ഡിഗ്രിയിലോ? ഐസ് ആവും. റൂം ടെമ്പറേച്ചറിൽ വാട്ടറിന് ചേഞ്ച് ഇല്ല, വാട്ടർ തന്നെ ആയിരിക്കും. റെഡി? 4 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാകുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉണ്ടാകും. അടുത്ത ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ഡാഷ്. വാട്ടറിന് ടെമ്പററി ആയി ഹാർഡ്നെസ് ഉണ്ടാവും, കട്ടി കൂടും. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ കേട്ടില്ല. മഗ്നീഷ്യം ബൈകാർബണേറ്റ്. ജലത്തിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ് കൂടുമ്പോൾ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാവും. എന്തുണ്ടാവും? ടെമ്പററി ഹാർഡ്നെസ്. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടായാൽ സോപ്പ് പതയുമോ? ഇല്ല. അതിനെയാണ് നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. എന്ത് വാട്ടർ? ഹാർഡ് വാട്ടർ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? മുട്ടിന് എല്ല് തേയ്മാനം ഉണ്ടാവും, കൈക്ക് എല്ല് തേയ്മാനം ഉണ്ടാവും. കേട്ടോ? ജോയിനിലെ എല്ല് തേയ്മാനം ഉണ്ടാവും. നമ്മളിങ്ങനെ ഷിവറി.
കേട്ടോ? ആ യെസ്. അപ്പോൾ ഹാർഡ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, സോഫ്റ്റ് വാട്ടർ ഉപയോഗിക്കാൻ പാടും. അടുത്ത്, ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് പെട്രോളിയം ബിലോങ്? താഴെ പറയുന്നത് ഏതാണ് പെട്രോളിയം? ഏതാണ്? ഏതാണ്? ഹൈഡ്രോകാർബൺ. കേട്ടില്ല? ഹൈഡ്രോകാർബൺ. ഹൈഡ്രോ കാർബണുകളാണ് എന്തോന്ന്? പെട്രോളിയം. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഹൈഡ്രജനും കാർബണാറ്റവും. ഹൈഡ്രജനും കാർബണും ഉണ്ടാവും. ഹൈഡ്രജനും കാർബണിന്റെയും സംയുക്തമാണ് ഹൈഡ്രോ കാർബൺ. അതാണ് സാധാരണഗതിയിൽ പെട്രോളിയം ആകുന്നത്. വാട്ട് ഡസ് ടാൽക്കം പൗഡർ കൺസിസ്റ്റ്? നമ്മൾ മുഖത്ത് തേക്കുന്ന പൗഡറിൽ എന്തടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തടങ്ങിയിരിക്കുന്നു? ഹൈഡ്രേറ്റ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ജലം ചേർത്ത്. മഗ്നീഷ്യത്തിൻ്റെയും സിലിക്കേറ്റിൻ്റെയും മിശ്രിതത്തിൽ ചെറിയ വാട്ടർ കണ്ടന്റും കൂടെ അടങ്ങിയാൽ അത് ടാൽക്കം പൗഡറാണ്. ഇതാണ് നമ്മൾ സുന്ദരന്മാരും സുന്ദരികളും ആകുന്നതിന് വേണ്ടി മുഖത്ത് പൂശുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് കൊളൈഡൽ സൊല്യൂഷൻ ഇൻ വാട്ടർ? കൊളൈഡൽ സൊല്യൂഷൻ ഇൻ വാട്ടർ. വാട്ടറിൽ ഉണ്ടാകുന്ന കൊളൈഡൽ സൊല്യൂഷൻ ഏതാണ്? സ്റ്റാർച്ച്. കൊളൂഡിയൽ സൊല്യൂഷന്റെ പ്രത്യേകത എന്താ? അത് പ്രിസിപ്പിറ്റേറ്റീവ്. പ്രിസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിലടി. കഞ്ഞിവെള്ളം കണ്ടിട്ടുണ്ടോ? കഞ്ഞിവെള്ളം ഈ സ്റ്റാർച്ച്. ഇപ്പൊ സ്റ്റാർച്ച് ഷട്ടിലൊക്കെ മുക്കാൻ വരുന്നില്ലേ പാക്കറ്റിൽ? വെള്ള ഉടുപ്പ് അല്ലെങ്കിൽ വെള്ള മുണ്ട് ഒക്കെ കഴുകിയതിന് ശേഷം സ്റ്റാർച്ചിൽ മുക്കും, കഞ്ഞി മുക്കും. സ്റ്റാർച്ച്. അടുത്ത്, ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ പാസിംഗ് ക്ലോറിൻ ഓവർ ദ സബ്സ്റ്റൻസ് ഓഫ് ഡാഷ്. ഏതിനകത്ത് ക്ലോറിൻ കടത്തി വിടുമ്പോഴാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുന്നത്? സോളിഡ് സ്റ്റാക്ക് ലൈൻ. സോളിഡ് സ്ലാക്ക് ലൈൻ. എന്തുവാ സാധനം അത്? ഏതെന്തുവാ സാധനം? ഏതാ? ചുണ്ണാമ്പില്ലേ? ചുണ്ണാമ്പിലൂടെ ക്ലോറിൻ കടത്തി വിടുമ്പോഴാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവും. അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ, ചുണ്ണാമ്പ് എന്ന് എഴുതി. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. സി ക്യാപിറ്റൽ, എ ചെറുത്, OH വലുത്, OH ബ്രാക്കറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റിന്റെ താഴെ 2 എഴുതണം. CaOH ടോയ്സ്. എനി ഡൗട്ട്? 40 മുതൽ 47 വരെ. ഇല്ല സർ. വായിച്ചോ കേട്ടെ. What is manufactured using Bessemer process? Steel. 41. The conversion of substances directly from solid to vapor state is known as sublimation. 42. Water has maximum density at 4 degrees Celsius. 43. Temporary hardness of water is due to magnesium bicarbonate. 44. To which of the following does petroleum belong? Hydrocarbon. 45. What does talcum powder consists of? Hydrated magnesium silicate. 46. Which of the following forms colloidal solution in water? Starch. 47. Bleaching powder is produced by passing chlorine over the substances. Solid slacked line. സരിക വായിച്ചേ.
is manufactured using Bessemer process? Steel. 41. Conversion of substances directly from solid to vapor state is known as sublimation. 42. Water has maximum acidity at 4 degrees Celsius. Temporary hardness of water is due to magnesium bicarbonate. 44. To which of the following does petroleum belong? Hydrocarbon. 45. What water consists of? Hydrated magnesium silicate. 46. Which of the following forms colloidal solution in water? Starch. 47. Water is produced by passing solid slaked lime. കഴിഞ്ഞു. Yes. The repeated question. Hydrogen bomb is based on the principle of dash. ഏതാ? Nuclear fusion. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വാട്ട് ഈസ് ഫ്യൂഷൻ? എന്താ ശരിയെ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് ന്യൂക്ലിയസുകൾ ഒന്നാകുന്നതിനെ ഫ്യൂഷൻ എന്ന് പറയും. നമ്മൾ ഇലക്ട്രിക് ഫ്യൂസ് ഉപയോഗിക്കുന്ന രണ്ട് ടെർമിനലുകൾ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ? അതാണ് ഫ്യൂഷൻ. ഫ്യൂസ് ഉപയോഗിക്കുന്നു രണ്ടെണ്ണത്തിനെ യോജിപ്പിക്കാൻ, അതിനെ ഫ്യൂസ് എന്ന് പറയുന്നു. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂക്ലിയസുകൾ ഒന്നാകുന്നതിനെ ഫ്യൂഷൻ എന്ന് പറയും. രണ്ട് ന്യൂക്ലിയസുകൾ വിഘടിക്കുന്നതിന് എന്തോ പറയും? ഫിഷൻ. വിഘടനം. മനസ്സിലായോ? ഹൈഡ്രജൻ ബോംബ്സ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഹൈഡ്രജൻ ഫ്യൂഷൻ നടക്കുന്നു. ഓക്കെ. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയം ഉണ്ടാകുന്നു. അതാണ് സൂര്യൻ. അതേ പ്രിൻസിപ്പിളാണ്. ഹൈഡ്രജൻ എന്താ ഉണ്ടാകുന്നു? ഹീലിയം ആകുന്നു. എവിടെ? ഹൈഡ്രജൻ ബോംബിൽ. മനസ്സിലായോ? കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഡാഷ്. ഏതാ? ഫോസിൽസ്. ആ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? യെസ്. അടുത്ത് അത് മനസ്സിലായി ആയെന്നല്ലേ പറഞ്ഞേ? ആര്? കാർബൺ ഡേറ്റിംഗ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടി എന്തുപയോഗിക്കുന്നു? കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നു. നമ്മൾ പണ്ട് കാണാതെ പഠിച്ചതാ. ഞാനൊക്കെ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നു. കാർബൺ ഡേറ്റിംഗ് ഈസ് മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. കൂടി കിട്ടിയാ? The gas used for artificial ripening of fruits. പച്ച കൊല, വാഴക്കൊല തമിഴ്നാട്ടിൽ നിന്ന് വെട്ടിയിട്ടിട്ട് എഥിലീൻ അതിനകത്ത് സ്പ്രേ ചെയ്ത് വന്നാൽ കേരളത്തിൻ്റെ ബോർഡർ ആകുമ്പോഴേക്കും പച്ചക്കൊല പഴുത്തിരിക്കും. ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. ഏതാണ്? എഥിലീൻ. എന്താ? എഥിലീൻ. ENE അല്ലേ? ENE അല്ലേ? ENE ഡബിൾ ബോണ്ട്. എഥിലീൻ. ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്. റൈപ്പനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പഴുക്കൽ. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്. എഥിലീൻ. ശരിക്ക് മനസ്സിലായോ? Yes. The gas which causes acid rain in the industrial area. Acid rain ഉണ്ടാക്കുന്ന ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ്. ഒരു സൾഫറും രണ്ട് ഓക്സിജനും ചേർന്നാൽ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. സൾഫർ ഡൈ ഓക്സൈഡ്. ഓക്കെ. അടുത്ത which fuel has the highest caloric value? ഏറ്റവും കൂടുതൽ കാലറിക മൂല്യമുള്ള ഗ്യാസ് ഏതാണ്? ഏതാണ് മക്കളെ? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഗ്യാസ്. Which fuel has the highest caloric value? Hydrogen gas. അടുത്തത് an example for tribasic acid. ഏതാണ് മക്കളെ ട്രൈബേസിക് ആസിഡ്?
ഏ Phosphoric acid. ഫോസ്ഫോറിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. Phosphoric acid. ആ സൾഫ്യൂരിക് ആസിഡിനെ വിളിക്കുന്ന പേരെന്താ? King of chemicals. ഏ King of chemical sulfuric കിങ് ഓഫ് acid. കെമിക്കൽ. ആ സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല എന്താ? H2SO4. H2SO4. SO4 എന്നാ എഴുതിയേക്കുന്നേ. ട്രൈ എന്ന് പറഞ്ഞാൽ 3 എന്നാ അല്ലേ? Ah. ആ അതാണ് നമ്മൾ ഞാനത് ചോദിച്ചേ. SO4 എന്നാ എഴുതിയേക്കുന്നേ. അതെന്താണ്? 4 ബേസിക് ആസിഡ്. ട്രൈ ബേസിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ്. കേട്ടോ? Phosphoric acid. Ah, ഫോസ്ഫോറിക്. sir. എനി ഡൗട്ട്സ്? Yeah. ഇല്ല. അഖില നമ്മൾ വായിച്ചേ കേൾക്കട്ടെ. Repeated questions. Hydrogen bomb is based on the principles of nuclear fusion. Carbon dating method is used to determine the age of fossils. The gas used for artificial refining of crude is ethylene. The gas which causes acid rain in industrial areas, sulfur dioxide. 48. Which fuel has the highest calorific value? Hydrogen. 49. An example for tribasic acid is phosphoric acid. യെസ്. ആ വായിച്ചേ ശരിക്കും കൂടെ വായിച്ചേ. Hydrogen bomb is based on the principle of nuclear fusion. Carbon dioxide is used to determine the age of fossils. Gas used for artificial ripening of fruits is gas which causes acid rain in industrial area. Sulfur fuel has the highest calorific value. An example for tribasic acid, phosphoric acid. Okay. റെഡി? Ah, sir. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50. വിച്ച് ഹാസ് ദ ഓർഡർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൈനാപ്പിൾ? പൈനാപ്പിളിന്റെ മണം ഉണ്ടാകുന്ന താഴെ പറയുന്ന കെമിക്കൽ ഏതാണ്? Ethyl. ഏതാണ്? Methyl butyrate. കേട്ടില്ല. Butyrate. ഏ? Methyl. മീഥൈൽ Butyrate. ബ്യൂട്ടറേറ്റ്. അപ്പോ നമ്മൾ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഈ കുപ്പിയിലൊക്കെ കുടിക്കത്തില്ലേ? അല്ലേ? Ah. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വേണ്ടി പൈനാപ്പിൾ ഉണ്ടാക്കി കൃഷി ചെയ്ത് ജ്യൂസാക്കി തണുപ്പിച്ച് ഇവിടെ കൊണ്ടുവച്ചേക്കാന്ന്. എന്തുവാ സംഭവം? കുറച്ച് വെള്ളം ചൂടാക്കി തണുപ്പിച്ച് ഒഴിക്കും, കുറച്ച് കളറും കലക്കി വെക്കും, മീഥൈൽ ബ്രൂട്ടേറ്റ് അതിനകത്തുനിന്ന് സ്പ്രേ അടിച്ചങ്ങ് വെക്കും. നല്ല പൈനാപ്പിളിൻ്റെ മണം കാണും. നമ്മൾ പൈനാപ്പിളാന്ന് വിചാരിച്ച് മേടിച്ച് കുടിച്ചിട്ട് വയറുമൊക്കെ തടവിങ്ങ് പോകും. കൊള്ളാമോ? അങ്ങനെയുണ്ട്? DDT എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കണ്ടെയ്ൻ ദ ഹാലജൻ ഓഫ് ഡാഷ്. ഏതാണ്? Chlorine. ഏതാണ്? ക്ലോറിൻ അല്ലേ? എന്താണ് സാർ? ഓപ്ഷൻ നോക്കിയോ? ആ ഓപ്ഷൻ ഡി. ക്ലോറിൻ. 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 എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ? 51. 51. DDT എന്ന് പറഞ്ഞാൽ എന്താ സാധനം? Fertilizer. DDT എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമ്മുടെ നാട്ടിൽ ഉറുമ്പ് പൊടി എന്ന് പറയും അല്ലേ? കണ്ടിട്ടുണ്ടോ? ഓക്കെ. DDTയുടെ എക്സ്പാൻഷൻ ഫോം എന്താ അറിയാമോ? ഇല്ല. നമുക്ക് നോക്കി അത് പഠിച്ചിട്ട് പോവാം കേട്ടോ.
ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൽ. കൊള്ളാമോ കേൾക്കാൻ? എന്താണ് സർ? ഡൈക്ലോറോ, 2 ക്ലോറിൻ ഉള്ളത് ഡൈക്ലോറോ. ട്രൈ ഡൈക്ലോറോ ഡൈഫീനൈൽ. ട്രൈ ആണ്. ആദ്യത്തെ ഡൈക്ലോറോ, രണ്ടാമത്തെ ഡൈഫീനൈൽ, ഓക്കെ. മൂന്നാമത്തെ ട്രൈക്ലോറോ ഈഥെയിൻ. ഡൈക്ലോറോ ഈഥെയിൻ. ആ, ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. അതിനെയാണ് DDT എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ആ. അടുത്തത്, അതിൽ ക്ലോറിൻ ആണ് ഹാലജൻ ഉള്ളത്. എത്ര ക്ലോറിൻ ഉണ്ട്? 3 ക്ലോറിൻ ഉണ്ട്. 3. ആ. ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. മനസ്സിലായോ? എന്താ മോളെ? ഒന്നുകൂടി പറയൂ സർ. ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. പിടി കിട്ടിയാ? ആ സർ. അടുത്തത്, കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡാഷ്. ഏതാ മക്കളെ? ഇലക്ട്രോൺസ്. എന്താണ്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ പോവുകയും വരികയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തുവിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി തിരിച്ചറിയുന്നത്. മനസ്സിലായോ? യെസ്. അടുത്തത് എന്താ? പോയിസണസ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്. എന്താ പറഞ്ഞേ? ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്. ഗ്യാസ്. ആ, എന്ത് ഗ്യാസാ? എന്ത് ഗ്യാസാ? ഡയോക്സിൻ കൊടുത്തേക്കണേ. ഡയോക്സിൻ. പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിച്ചിട്ടാൽ ഒരു പ്രത്യേകതരം മണം വരത്തില്ലേ? അത് ഡയോക്സിൻ ആണ്. അത് ക്യാൻസറിന് കാരണമാകും. എന്തിന് കാരണമാകും? ക്യാൻസർ. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കത്തിക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലായോ? എലമെന്റ് നോൺ ആസ് ലിറ്റിൽ സിൽവർ. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന എലമെന്റ് ഏതാണ്? പ്ലാറ്റിനം. പ്ലാറ്റിനം. പ്ലാറ്റിനത്തിനാണോ സ്വർണത്തിനാണോ വില കൂടുതൽ? പ്ലാറ്റിനത്തിന്. സ്വർണത്തിനാണ് കേട്ടോ. പ്ലാറ്റിനത്തിന്. സ്വർണത്തിനാണ് വില കൂടുതൽ. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. വില കൂടിയ ലോഹം സ്വർണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ എക്സിബിറ്റ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ ഉണ്ടാകുന്ന താഴെ പറയുന്ന ഒരു മെറ്റീരിയൽ ഏതാണ്? ഏതാ മക്കളെ? കാംഫർ. കാംഫർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കാംഫർ എന്ന് പറഞ്ഞാൽ എന്താ? കർപ്പൂരം. സബ്ലിമേഷൻ മതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് കർപ്പൂരം, കാംഫർ. മനസ്സിലായോ? അതെ. ഷേപ്പ് ഓഫ് ക്രിസ്റ്റൽ ഓഫ് സിലിക്കൺ. സിലിക്കൺ ക്രിസ്റ്റലിന്റെ ഷേപ്പ് എന്താണ്? ക്യൂബിക്. എന്താണ്? ക്യൂബിക് എന്ന് പറഞ്ഞാൽ എങ്ങനാ? നീളവും വീതിയും വണ്ണവും
Same. തുല്യമായിരിക്കും. ക്യൂബിക്. Shape of Which among the crystals. following noble gas is not found in our atmosphere? താഴെ പറയുന്നതിലെ നോബിൾ ഗ്യാസ് എന്ത് ചെയ്യുന്നില്ല, അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്നില്ല. ഏതാണ്? Radon. റെഡോൺ. നോബിൾ ഗ്യാസ് ഏതൊക്കെയാണ്? റെഡോൺ, ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ആർഗൺ, ക്രിപ്റ്റൺ, റെഡോൺ ആൻഡ് സെനോൺ. ഹൈഡ്രജൻ, ഹീലിയം, ആർഗൺ, ക്രിപ്റ്റോൺ, റെഡോൺ ആൻഡ് സെനോൺ. ഇതാണ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Atmosphere by itself. അങ്ങനെയല്ല. കെമിക്കൽ പ്രോസസ്സിൽ, അതായത് രാസപ്രവർത്തനത്തിന് സ്വാഭാവികമായി താല്പര്യമില്ലാത്ത പദാർത്ഥങ്ങളെയാണ് നോബിൾ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. അവർ മറ്റ് പദാർത്ഥങ്ങളുമായി സാധാരണഗതിയിൽ രാസപ്രവർത്തനം ഏർപ്പെടുത്തില്ല. അവരുടെ വാലൻസി എന്തായിരിക്കും? ഒക്ടറ്റ് ഫുൾഫിൽ ചെയ്ത വാലൻസി ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും. ഇനേർട്ട്, അലസവാതകം എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ നോബിൾ ഗ്യാസസ് എന്ന് പറയും, വിശുദ്ധ ഗ്യാസസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കെമിക്കൽ ചേഞ്ച്? താഴെ പറയുന്നതിലെ കെമിക്കൽ ചേഞ്ച് അല്ലാത്തത് ഏതാണ്? ഏതാണ്? Burning of candle. Burning of candle. ബേണിംഗ് ഓഫ് കാൻഡിൽ. അത് ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലേ? ക്യാൻഡിൽ ബേൺ ചെയ്താൽ വീണ്ടും ക്യാൻഡിൽ തന്നെ കിട്ടും. ഫുഡ് ഡൈജസ്റ്റ് ചെയ്താൽ ഫുഡ് കിട്ടത്തില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ് ഉള്ളത് ബേണിംഗ് ഓഫ് ക്യാൻഡിലാണെന്നേ ഉള്ളൂ കേട്ടോ. യെസ്, ഒന്ന് വായിച്ചേ 50 മുതൽ 58 വരെ. 50. Which has the odor characteristic of pineapple, methyl butyrate. 51. DDT contains the halogen chlorine. 52. Chemical property of substances is determined by electrons. 53. Poisonous gas produced on the burning of plastic, dioxin. 54. Element known as lead, silver, platinum. 55. Which of the following material exhibit sublimation? Camphor. 56. Shape of crystals of silicon, cubic. 57. Which among the following noble gas is not found in our atmosphere? Radon. 58. Which of the following is not a chemical change? Burning of candle. യെസ്, വായിക്കൂ. Or following material sublimation. Silicon. കഴിഞ്ഞുവോ? അഖില മോളെ വായിച്ചു കഴിഞ്ഞോ? Sir. അത് സരിക വായിക്കുന്നത് വ്യക്തമായി കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 59. സരിക വായിക്കുന്നത് വ്യക്തമായി കേൾക്കുന്നില്ല എന്ന്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് നോട്ട് ആൻ എലമെന്റ്?
താഴെ പറയുന്നതിൽ മെറ്റല് എന്തല്ല? എലമെന്റ് അല്ല. ഏതാണ് എലമെന്റ് അല്ലാത്ത മെറ്റൽ? ഏതാണ്? ബ്രോൺസ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രോൺസ് എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ ഓട് അല്ലേ? ഓടോ? ഓട് ഓട് ഓടെന്ന് പറഞ്ഞാൽ ഒരു സംയുക്തമാണ്. ആ. അതുകൊണ്ടാണ് അത് എലമെന്റ് അല്ലെന്ന് പറയുന്നത്. ഓക്കെ. ദ ഗ്യാസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ്. വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഏതാണ്? ഏതാ മക്കളെ? അസറ്റിലീൻ. The gas used for welding, acetylene. Acetylene. Hello, hello. മോളെ, ഹലോ. sir. What is red lead? നോക്കിയേ, ഏതാ? Plumblic. Triplumbic tetroxide. Public Soda. teroxide അല്ലേ? Tetroxide. Tetroxide. Teroxide. Tetroxide എഴുതിയേക്കണം. Tetroxide. Tetroxide അത് തന്നെ. ടെറോക്സൈഡ് അല്ല, ടെട്രോക്സൈഡ്. പ്ലംബിക് ടെട്രോക്സൈഡ്. ടെട്ര എന്ന് പറഞ്ഞാൽ എത്ര? അത് ട്രയോക്സൈഡാ. ഓക്കെ. അടുത്തത്. Which of the following salt will impact green color in the firework? വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ഉണ്ടാകുന്നത് എന്തിനാണ്? ഏതിനാണ്? Barium salt. കേട്ടില്ല. Barium salt. Barium salt option A. ബേരിയം സാൾട്ട് അല്ലേ? ഓക്കെ. അത് നമ്മുടെ അത് സാധാരണ ചോദിക്കാറുള്ളതാ കേട്ടോ. അത് നമുക്ക് 4 പഠിക്കണം. Salt ഉണ്ട്. Color of nickel salt. Color of nickel salt. According to Wikipedia, most of the common salts in nickel are due to the presence of hexagonal iron, 62+. Color of nickel salt എഴുതിക്കോ. Green. Sir. Green, green. Sir, അത് കട്ട് ചെയ്ത് പോയി. എന്താ പറഞ്ഞേ? പച്ച പച്ച ഗ്രീൻ. അതല്ല, നിക്കൽ സാൾട്ടിന് കളർ ഗ്രീൻ ആണ്. ഞാൻ പറഞ്ഞുതരാം. നിക്കൽ സാൾട്ട് ഗ്രീൻ. അടുത്ത കാൽസ്യം സോൾട്ട്. കാൽസ്യം സോൾട്ട് വൈറ്റ്. കാൽസ്യം സോൾട്ട് വൈറ്റ്. Chloride is an inorganic compound. The salt with the chemical formula calcium chloride. യെസ്. അടുത്തത് സ്ട്രോൺഷ്യം സോൾട്ട്.
സ്ട്രോൺഷ്യം സോൾട്ട്. സ്ട്രോൺഷ്യം സോൾട്ടും വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് എന്നല്ല, കളർലെസ് എന്ന് പറയാം കേട്ടോ. വൈറ്റ് എന്ന് ഇരിക്കൂ. സോൾട്ട് ഏതായിരുന്നു? സ്ട്രോൺഷ്യം സോൾട്ട് വൈറ്റ്, കാൽസ്യം സോൾട്ടും വൈറ്റ്, നിക്കൽ സോൾട്ട് ഏതാ? ഗ്രീന്. ഗ്രീൻ. ഇനി ഏതാ? ബേരിയം സോൾട്ട് അല്ലേ? ബേരിയം ഗ്രീൻ കളർ ആണ്. ബേരിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ ബേരിയം ക്ലോറൈഡ് എന്നാണ് വരുന്നത്. ഇറ്റ് ഈസ് വൈറ്റ്. ബേരിയം സോൾട്ട് വൈറ്റ് ആണേ കേട്ടോ. ബേരിയം സോൾട്ട് വൈറ്റ്. ആണോ? ബേരിയം സോൾട്ട് വൈറ്റ് കേട്ടോ. അതിൽ നമ്മൾ ഈ നിക്കൽ ഗ്രീന്, കാൽസ്യം വൈറ്റ്, സ്ട്രോൺഷ്യം വൈറ്റ്, ബേരിയം വൈറ്റ് എന്ന് പറഞ്ഞില്ലേ, അതല്ല അതിൻ്റെ നാച്ചുറൽ കളറാണ്, പ്രകൃതിദത്തമായി. ബേരിയം സോൾട്ട് ഫയർ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ ആ വൈറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഗ്രീൻ ആയിട്ട് മാറും. സ്ട്രോൺഷ്യം എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? റെഡായിട്ട് മാറും. കോപ്പർ ബ്ലൂ ആയിട്ട് മാറും. മനസ്സിലായോ പറഞ്ഞത്? ഇല്ല. അതായത് നിക്കല് നാച്ചുറലി ഗ്രീൻ ആണ്, ബേരിയം നാച്ചുറലി വൈറ്റ് ആണ്, സ്ട്രോൺഷ്യം നാച്ചുറലി വൈറ്റ് ആണ് അല്ലേ? കാൽസ്യവും നാച്ചുറലി വൈറ്റ് ആണ്. പക്ഷെ അത് ഫയർ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ ബേരിയം ഗ്രീനായി മാറും, സ്ട്രോൺഷ്യം റെഡായി മാറും, കോപ്പർ ക്ലോറൈഡ് ബ്ലൂ ആയി മാറും. മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്? ബ്ലൂ ആയി മാറുന്നേ? ബ്ലൂ ആയി മാറുന്ന കോപ്പർ ക്ലോറൈഡ്. കോപ്പർ ക്ലോറൈഡ് ഇതിൽ പറഞ്ഞില്ല. കോപ്പർ ക്ലോറൈഡ് അതിൽ തന്നിട്ടില്ല, പക്ഷെ ഇവിടെ നമ്മൾ ഗൂഗിളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതാ. അപ്പോൾ അതിനകത്ത് പഠിക്കാനുള്ളത് ബേരിയം ക്ലോറൈഡ് ഫയർ വർക്കിൽ ഗ്രീൻ ആവും, സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഫയർ വർക്കിൽ റെഡ് ആവും, കോപ്പർ ക്ലോറൈഡ് ബ്ലൂ ആവും. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ഇത്തിരി വെള്ളം എടുത്തോണ്ട് വരട്ടെ. റെഡോ? അതല്ല, കോപ്പർ ക്ലോറൈഡിന്റെ നാച്ചുറൽ കളർ എന്താണ്? ഏതിന്റെ? കോപ്പറിന്റെ നാച്ചുറൽ കളർ എന്തോന്നാ? ചെമ്പിന് പ്രത്യേകം ഒരു തരം കളർ ഉണ്ടല്ലോ, ചുമപ്പും അല്ല ഓടിന്റെ കളറും അല്ലാത്ത ഒരു തരം കളർ കണ്ടിട്ടില്ലേ? കോപ്പറേ, ചെമ്പ്. അത് തന്നെ. The net weight of LPG supplied in the domestic cylinder എത്രയാ?
അതിന്റെ മുകളിലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാനുള്ളത്. അത് തന്നെ മുകളിലത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബ്ലൂ കളർ? സഫയർ. എത്രയാണ്? സഫയർ. സഫയർ. അതെ. അടുത്തത്. അപ്പോൾ നമുക്ക് അതിന്റെ ഓരോന്നിനെയും കളർ പഠിക്കണോ? എമറാൾഡ്, ടോപ്പാസ് പഠിച്ചേക്കാം കേട്ടോ. കളർ ഓഫ് എമറാൾഡ്. എമറാൾഡിന്റെ കളർ എന്തുവാ? ഗ്രീൻ. എഴുതിക്കോ. The most desirable emerald colors are bluish green to the opal. The most prized emeralds are highly transparent. Yes. Next. Color of topaz. ടോപ്പാസിന്റെ കളറേ ഭയങ്കരമാണ് കേട്ടോ. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റേഞ്ച്, റെഡ്, പിങ്ക് ആൻഡ് പർപ്പിൾ. ഇത്രയും കളർ ഉണ്ട് ടോപ്പാസിന്. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച്, റെഡ്, പിങ്ക്, പർപ്പിൾ. ഓപ്ഷനിൽ ടോപ്പാസ് എഴുതിയാലും കറക്റ്റ് അല്ലേ ആൻസർ? അങ്ങനെ ഓപ്ഷൻ വന്നാലും ടോപ്പാസ് കറക്റ്റ് ആയി വരും കേട്ടോ. കളർ ഇല്ലാത്ത ടോപ്പാസും ഉണ്ടെന്ന്. ഇത് പറഞ്ഞാ വൈറ്റ് ക്രിസ്റ്റൽ പോലുള്ളതും ഉണ്ടെന്ന് കേട്ടോ. അടുത്തത് ഡയമണ്ട് അല്ലേ? വെള്ള കളർ അല്ലേ ഡയമണ്ട്. അത് പെർഫെക്റ്റ് ഡയമണ്ട് ആണെങ്കിൽ കളർ ഇല്ലെന്ന്. ഓക്കെ. ഇമ്പ്യൂർ ഡയമണ്ട് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കളർ കാണും എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ. ഇനി സഫയറും കൂടെ നോക്കാം. SAPPHI സഫയർ. ബ്ലൂ ജെയിം സ്റ്റോൺ എന്നാണ് സഫയറിനെ അറിയപ്പെടുന്നത് കേട്ടോ. ബ്ലൂ ജെയിം സ്റ്റോൺ. ജെം സ്റ്റോൺ. ഇതിനെ റൂബി എന്നും വിളിക്കപ്പെടും. റൂബി. ഓക്കെ, റെഡി? എഴുതി വെക്കലല്ല, ഞാൻ ചോദിക്കും കേട്ടോ. The net weight of LPG supplied in the domestic cylinder എത്രയാ? 14.2. എത്രയാണ്? 14.2 അല്ലേ? 14.2. നമ്മുടെ LPG സിലിണ്ടർ മുന്നേ സിലിണ്ടർ അടക്കം എത്ര കാണും? LPG സിലിണ്ടറിൽ പോയി നോക്കണം കേട്ടോ എത്ര ഉണ്ടെന്ന്. ശരി. അമോണിയ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഡാഷ്. താഴെ പറയുന്ന ഒരു സാധനത്തിൽ അമോണിയ ഉപയോഗിക്കുന്നില്ല. ഏതിൽ ഉപയോഗിക്കുന്നില്ല? ഫുഡ് പ്രിസർവേറ്റീവ്. ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് അമോണിയ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇപ്പോ അമോണിയ ഇട്ട മത്സ്യമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അതെ. അമോണിയ ഫെർട്ടിലൈസർ ആണ്. എന്താ ഫെർട്ടിലൈസർ? വളം. അമോണിയ റെഫ്രിജറന്റ് ആണ്. എന്തുവാ റെഫ്രിജറന്റ്? ഫുഡ് തണുക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അമോണിയ ഇൻസെക്ടിസൈഡ് ആണ്. ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? കീടനാശിനി. ഈ കീടനാശിനിയാണ് എന്തിനകത്ത് ഒഴിച്ചു തരുന്നത്?
എന്തിനകത്ത് ഒഴിച്ചു ചേരുന്നത്? Waste. മീൻ ചീത്തയാകാതിരിക്കാണ് ഒഴിച്ചു ചേരുന്നത്. മിക്സിംഗ് അപ്പ് ഓഫ് മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് ഗ്യാസസ് ഈസ് കോൾഡ് ഡാഷ്. പല വാതകങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതിനെ എന്തു പറയും? Diffusion. എന്തു പറയും? Diffusion. ഡിഫ്യൂഷൻ എന്ന് പറയും. ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? Dispersion. ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ് എന്താണ്? എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ്. വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന സാധനം വലുതായി കാണപ്പെടും അല്ലേ? ഡിസ്പേഴ്സൺ. ഓസ്മോസിസ് എന്ന് പറഞ്ഞ എന്താ മക്കളെ? അതന്നെ, ഒരു ലൈറ്റ് സെമി പെർമിബിൾ മെമ്പറൈനിൽ കൂടി വാതകം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത് അല്ലേ? ശരി, കൊള്ളാം. അപ്പോൾ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 59 മുതൽ 66 വരെ. 59. Which of the following metals is not an element? Bronze. 60. A gas used for welding. Acetylene. 61. What is red lead? Triflumbik tetroxide. 62. Which of the following salts will impact green color in fireworks? Barium salts. 63. Which of the following is blue in color? Sapphire. 64. The net weight of LPG supplied in the domestic gas cylinder 14.2 kilogram. 65. Ammonia is not used in food preservative. 66. Mixing up of molecules of different gases is called diffusion. Yes. 59. Which of the following metal is not an element? Bronze. Gas used for welding. Acetylene. 61. What is red lead? Triflumbik tetroxide. Which of the following salt will impact green color in firework? Barium salt. Which of the following is blue in color? Sapphire. The net weight of LPG supplied in domestic gas cylinder 14.2 kilos. Ammonia is not used in food preservative. Mixing up of molecules of different gases is called diffusion. കഴിഞ്ഞോ? യെസ്. എനി ഡൗട്ട്? ഇല്ല സർ. ഇല്ല. രണ്ടാക്കും? ഇല്ല സർ. യെസ്. അപ്പോൾ 67. വിച്ച് എലമെന്റ് ഈസ് ഡിപ്ലേറ്റഡ് മോസ്റ്റ് ഫ്രം ദി സോയിൽ ആഫ്റ്റർ ദ ക്രോപ്പ് ഈസ് ഹാർവസ്റ്റഡ്? എന്താണ്? ക്രോപ്പ് ഹാർവസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, വിളവെടുത്ത് കഴിയുമ്പോൾ വിച്ച് എലമെന്റ് ഈസ് ഡിപ്ലേസ്ഡ് മോസ്റ്റ് ഫ്രം ദ സോയിൽ? എന്ത് എലമെന്റ് ആണ് സോയിൽ നിന്നും മാറ്റപ്പെടുന്നത്? എന്താണ്? പൊട്ടാസ്യം. പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ സിമ്പൽ എന്താ? പൊട്ടാസ്യം കെ. ലെഡിന്റെ സിമ്പൽ എന്താ? മക്കളെ അറിയില്ല സർ. ഇല്ല. പഠിക്കണമല്ലോ. symbol of lead. എന്താണ് മക്കളെ ലെഡിന്റെ സിമ്പല്?
ബി കേട്ടോ, PB. എന്താണ് സർ? PB. PB. Capital P, B small, PB. യെസ്. പിന്നെ ഏതാ അതിനകത്തുള്ള? ഹീലിയം അല്ലേ? ഹീലിയത്തിന്റെ സിമ്പിൾ എന്താ? നോക്കളെ, ഹീലിയം. ആണോ? ഹീലിയം HE. ഹീലിയം HE. ക്യാപിറ്റൽ H സ്മോൾ E. ഹീലിയം. സൾഫറോ? സൾഫർ എത്ര? S അല്ലേ? സൾഫർ S അല്ലേ? സൾഫർ ഗന്ധകം S. വെടിമരുന്നിന്റെ മണമുള്ള സാധനം. യെസ്. അടുത്തത് ദ മോസ്റ്റ് ഡക്റ്റീവ് മെറ്റൽ. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അടിച്ചു പരത്താൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ പരത്താൻ പറ്റുന്ന മെറ്റൽ ഏതാണ്? പ്ലാറ്റിനം. അതിൽ പറഞ്ഞേക്കുന്ന പ്ലാറ്റിനം ആണ്. ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് ആണ് കേട്ടോ. ഡക്റ്റിലിറ്റി. സോൾഡർ ഈസ് ആൻ അലോയി ഓഫ് ഡാഷ്. എന്തൊക്കെയാണ് സോൾഡർ എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? നമ്മൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ലേ? രണ്ട് ലോഹങ്ങൾ തമ്മിൽ ഒട്ടിക്കുന്നതാണ് സോൾഡറിങ് എന്ന് പറയുന്നത്. സോൾഡർ ഈസ് ആൻ അലോയി ഓഫ് ഡാഷ്. ഏതാണ്? ടിൻ ആൻഡ് ലെഡ്. ടിൻ ആൻഡ് ലെഡ്. അത് നോക്കിയേ. ദ ബേസിക് എലമെന്റ് പ്രസന്റ് ഇൻ ഓൾ ഓർഗാനിക് കോമ്പൗണ്ട്. എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിലും കാണപ്പെടുന്ന ബേസിക് എലമെന്റ് ഏതാണ്? കാർബൺ. അതിനാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ സെന്റർ ആരാവുന്നത്? കാർബൺ ആകും. കാർബണിന്റെ ബാലൻസ് എത്ര? കാർബണിന്റെ ബാലൻസ് എത്ര? 4. എത്ര? 4. കാർബണിന്റെ വാലൻസി 4. എ മുസ്ലിം മെൻ ക്യാൻ വാരി 4 വൈഫ് അറ്റ് എ ടൈം. എന്തായാലും മനസ്സിലായോ? അപ്പൊ നമ്മൾ എവിടെ വരാ പഠിപ്പിച്ചേ? 77 ആണോ? 71 ആണ്. ഇനി 71 ആണോ എടുക്കണ്ടേ? ശരി. ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ. ഏറ്റവും സ്റ്റേബിൾ ആയ കാർബണിന്റെ ഫോം ഏതാണ്? ഗ്രാഫൈറ്റ്. ദ മോസ്റ്റ് ഹാർഡസ്റ്റ് ഫോം ഓഫ് കാർബൺ എന്ന് ചോദിച്ചാൽ എന്താ പറയും? ഡയമണ്ട്. ഏറ്റവും ഉറപ്പുള്ള കാർബണിന്റെ ഫോമാണ് ഡയമണ്ട്. സ്റ്റേബിളായ ഫോമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് മറ്റ് കെമിക്കൽ ചേഞ്ചുകൾക്ക് വിധേയമാകത്തില്ല. മനസ്സിലായോ? The material used in manufacture of lead pencil. ലെഡ് പെൻസിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. എല്ലാവരും ലെഡ് എഴുതി വെക്കും അല്ലേ? The material used to manufacture of lead is called graphite. അടുത്ത pH value of water is dash. എത്ര? 7 എന്ന് പറയുന്ന കറക്റ്റ് 7 അല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 6.5. അതാണ് ഞാൻ പറഞ്ഞത്. 6.5നും 8.5നും ഇടയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 7 എന്ന് കമ്മ്യൂട്ട് ചെയ്യുന്നത്.
Ah. പിടി കിട്ടിയാ? Sir. ഓക്കെ, അതുകൊണ്ടാണ് അതല്ലെന്ന് ഞാൻ പറഞ്ഞത്. Mm. സോഡിയം ഈസ് കെപ്റ്റ് ഇൻ ഡാഷ് ലിക്വിഡ്. ഏത് ലിക്വിഡിലാണ് സോഡിയം വെക്കുന്നത്? മക്കളെ പെട്ടെന്ന് നോക്ക്. ഏതിലാണ്? ഒരു മിനിറ്റ് സർ. കെറോസിൻ. എവിടെയാണ് വെക്കുന്നത്? കെറോസിൻ വേറെ എവിടെ വെച്ചാലും ഓക്സിജനുമായിട്ട് കലരുകയും കത്തുകയും ചെയ്യും. സോഡിയം വെള്ളത്തിലിട്ടാലും കത്തി നടക്കും. സോഡിയത്തിന്റെ സിമ്പൽ എത്ര? സോഡിയത്തിന്റെ സിമ്പൽ പറയൂ കേക്കട്ടെ. സോഡിയം എൻ ക്യാപിറ്റൽ എ സ്മോൾ എൻ വെള്ളത്തിലിട്ടാൽ കത്തും. വെള്ളത്തിലിട്ടാൽ എന്ത് ചെയ്യും? വെള്ളം കത്തും. കെറോസിൻ അതുകൊണ്ട് എവിടെ സൂക്ഷിക്കും? മണ്ണെണ്ണയിൽ സൂക്ഷിക്കും. സോഡിയം ഈസ് കെപ്റ്റ് ഇൻ കെറോസിൻ. കെറസിൻ എന്ന് വായിക്കുന്നവർ അങ്ങനെ വായിച്ചോ, ഞാൻ കെറോസിൻ എന്നാണ് വായിക്കുന്നത്. കാൽസ്യം കാർബണേറ്റ് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് ഡാഷ്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് അതിന്റെ കെമിക്കൽ നെയിം എന്താണ്? ലൈംസ്റ്റോണിന്റെ കെമിക്കൽ നെയിമാണ് കാൽസ്യം കാർബണേറ്റ്. അപ്പോ വാഷിംഗ് സോഡയുടെ കാൽസ്യം കെമിക്കൽ നെയിം പഠിക്കണ്ടേ? യെസ്. കാൽസ്യം ക്ലോറേറ്റ്. എന്താണ്? കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. വാഷിംഗ് സോഡ എഴുതിക്കോ മക്കളെ. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ബേക്കിംഗ് പൗഡറോ കെമിക്കൽ നെയിം? കാൽസ്യം ബൈകാർബണേറ്റ്. കാൽസ്യം ബൈകാർബണേറ്റ്. യെസ്, പോരെ? അപ്പോൾ എന്ത് ചെയ്യുക? 67 മുതൽ 75 വരെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഡൗട്ട്? ഇല്ല സർ. വായിക്കൂ കേക്കട്ടെ. 67. Which element is depleted more after a crop is harvested? Potassium. 68. The most ductile metal, platinum. 69. Solder is an alloy of tin and lead. 70. The basic element present in all organic compounds, carbon. 71. Most stable form of carbon, graphite. 72. The material used in the manufacture of lead pencils, graphite. 73. pH value of water, 7. 74. Sodium is kept in kerosene liquid. 75. Calcium carbonate is the chemical name of limestone. സരിക വായിച്ചേ. Is depleted most from the soil after a crop is harvested. Potassium. 68. The most ductile metal, platinum. 69. Solder is an alloy tin and lead. 70. The carbon. Most stable form of carbon, graphite. Used in material manufacture of pencils. pH value of water, 7. 74. In liquid. 7. Calcium carbonate is chemical limestone. എവിടെ മുതൽ എടുക്കണ്ടേ? Question 76. Which gas is produced when sodium react with cold water?
തണുത്ത ജലവുമായി പ്രവർത്തിക്കുമ്പോൾ, സോഡിയം പ്രവർത്തിക്കുമ്പോൾ കോൾഡ് വാട്ടറിൽ നിന്ന്, തണുത്ത ജലത്തിൽ നിന്ന് എന്ത് ഗ്യാസ് ഉണ്ടാവും? എന്ത് ഗ്യാസ് ഉണ്ടാവും? Hydrogen. ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, അടുത്ത്. ദ ഗ്യാസ് ദാറ്റ്, ഹൈഡ്രജന്റെ സിമ്പൽ എത്ര? ഹൈഡ്രജന്റെ സിമ്പൽ എച്ച്. കാർബൺ ഡയോക്സൈഡിന്റെ സിമ്പൽ CO2. ഓക്സിജന്റെ സിമ്പൽ O. നൈട്രജൻ N. ഓക്കെ. ദ ഗ്യാസ് ദാറ്റ് ടേൺസ് ക്ലിയർ ലൈം വാട്ടർ മിൽക്കി ഏതാണ്? Carbon dioxide. കാർബൺ ഡയോക്സൈഡ്. അതാണ് നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിപ്പിക്കുമ്പോൾ എവല്യൂഷൻ ഓഫ് ദ ബ്രിസ്ക് എഫർവസൻസ് വിത്ത് ലിബറേഷൻ ഓഫ് എ കളർലെസ് ഓർഡർലെസ് ഗ്യാസ് വിച്ച് ടേൺസ് ലൈം വാട്ടർ. ദ മോസ്റ്റ് അബൻഡന്റ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഇൻ ദ നേച്ചർ ഈസ് ഡാഷ്. ഏതാ മക്കളെ? Calcium. കാൽസ്യം. ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ? ആൽക്കലീൻ സംയുക്തമായ ആൽക്കലൈൻ മെറ്റലായ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? Calcium. കാൽസ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു മെറ്റൽ? താഴെ പറയുന്നതിൽ ഒരെണ്ണം മെറ്റലിന് ആപ്ലിക്കബിൾ അല്ല. ഏതാണ്? Low melting point. ലോ മെൽട്ടിംഗ് പോയിന്റ്. ബാക്കി മൂന്നെണ്ണവും ലോഹത്തിന് ആപ്ലിക്കബിൾ ആണ്. ഏതൊക്കെയാ? ഹൈ മെൽട്ടിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, ഹൈ ഡെൻസിറ്റി. മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുകുന്ന അവസ്ഥ അല്ലേ? ബോയിലിംഗ് പോയിന്റോ? തിളനില, തിളയ്ക്കുന്ന അവസ്ഥ. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ അവിടെ പഠിക്കേണ്ടത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെന്റ് ഈസ് ട്രൂ ആപ്ലിക്കബിൾ ടു മെറ്റൽസ്? ഏതാ? ഹൈ മെൽട്ടിംഗ് പോയിന്റ് ഈസ് ആപ്ലിക്കബിൾ ടു മെറ്റൽ, ഹൈ ബോയിലിംഗ് പോയിന്റ് ഈസ് ആപ്ലിക്കബിൾ ടു മെറ്റൽ, ഹൈ ഡെൻസിറ്റി ഈസ് ആപ്ലിക്കബിൾ ടു മെറ്റൽ. അങ്ങനെ പഠിക്കേണ്ടത് കേട്ടോ. ദ എലമെന്റ് വിത്ത് ബിഗസ്റ്റ് ആറ്റം, ഏറ്റവും വലിയ ആറ്റമുള്ള എലമെന്റ് ഏതാണ്? ഏതാണ്? Francium. Francium. എന്തുകൊണ്ടാണ് ഫ്രാൻസിയം അങ്ങനെ വരുന്നത്? ഫ്രാൻസിയത്തിന്റെ സ്ഥാനം എവിടെയാ? ഏറ്റവും വലതുവശത്ത് താഴെ അറ്റം അല്ലേ? വലതുവശത്ത് വരുന്തോറും എന്തുപോയും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരും. താഴേക്ക് പോകുമ്പോഴും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരും. അതുകൊണ്ട് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും വലതുവശത്ത് താഴെ അറ്റം വരുന്നതാണ് ഫ്രാൻസിയമാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സീസിയം തൊട്ടു മുകളിലാണ്. ഓക്കെ, സീസിയം ആൻഡ് ഫ്രാൻസിയം. The water freezes at dash. വാട്ടർ ഫ്രീസ് ആവുന്ന എത്ര ഡിഗ്രി ടെമ്പറേച്ചറിലാണ്? ഏതിലാണ്? 32 degree F. 32 degree F. 32 degree F. ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഫാരൻഹീറ്റ്. 32 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഐസ് ഫ്രീസ് ആവും. വാട്ട് ഈസ് ഓയിൽ ഓർ വിട്രിയോൾ? ഓയിൽ അല്ലെങ്കിൽ വിട്രിയോൾ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. അതൊന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് നോക്കലേ.
യെസ് സൾഫ്യൂരിക് ആസിഡ് വിട്രിയോൾ കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ഫോർമുല എത്ര? H2SO4. H2SO4 2 ഹൈഡ്രജൻ 4 സൾഫർ. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് 4 2 സൾഫർ സോറി 2 ഹൈഡ്രജൻ 1 സൾഫർ 4 ഓക്സിജൻ സൾഫർ ഡയോക്സൈഡ്. ഓക്കെ, അപ്പോ എവിടെ മുതലാണ്? 76 മുതൽ 83 വരെ അല്ലേ? ഒന്ന് വായിച്ചേ കേക്കട്ടെ. 76. Which gas is produced when sodium reacts with cold water? Hydrogen. 77. The gas that turns clear lime water milky is carbon dioxide. 78. A metal that occurs free in nature is platinum. 79. The most abundant alkaline earth metal in nature is calcium. 80. Which of the following statements is not applicable to metals? Low melting point. 81. The element with the biggest atom is francium. 82. Water freezes at 32 degree Fahrenheit. 83. What is oil of vitriol? Sulfuric acid. സരി വായിച്ചേ. Gas is produced when sodium reacts with cold water. Hydrogen. The gas that turns clear lime water milky is carbon dioxide. Metal rich in nature, platinum. Alkaline in nature, calcium. Applicable to low biggest atom is francium. Water freezes at 32 degree Fahrenheit. What is oil of vitriol? യെസ്, അടുത്തത് 84 അല്ലേ? ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ ഗ്യാസസ്? ആരാ കണ്ടുപിടിച്ചേ? ജോസഫ് പ്രിസ്റ്റിലി. ഓക്സിജൻ ഗ്യാസ് കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്റ്റിലിയാണ്. യെസ്, അടുത്തത് ഫുൾ ഫോം ഓഫ് IUPAC എന്തുവാ സാധനം? എന്താണ്? പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അല്ലേ? പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി IUPAC, പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അടുത്തത് ദ ബ്രോൺസ് ഈസ് ആൻ അലോയ് ഓഫ് ഡാഷ്. എന്താണ്? കോപ്പർ ആൻഡ് സിങ്ക് അല്ലേ? കോപ്പർ ആൻഡ് യെസ്, കോപ്പർ ആൻഡ് ടിൻ. കോപ്പർ ആൻഡ് ടിൻ. നോക്കൂ അടുത്ത്. ദ ഹെവിയസ്റ്റ് നോൺ ഹാലജൻ. ദ ഹെവിയസ്റ്റ് നോൺ ഹാലജൻ ഏതാണ്? അസ്റ്റാറ്റ്. എങ്ങനെ മനസ്സിലാക്കും അസ്റ്റാറ്റിനാണെന്ന്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ. അതേതൊക്കെയാണ്? ഹാലജനെ എങ്ങനെയാണ് തരംതിരിക്കുന്നത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ. അപ്പോൾ ഏറ്റവും താഴെ വരുന്ന അസ്റ്റാറ്റിൻ ആയതുകൊണ്ട് ഏറ്റവും വെയിറ്റ് കൂടിയത് ഏതായിരിക്കും? അസ്റ്റാറ്റിനായിരിക്കും. മനസ്സിലായോ? ആ ഓർഡർ മനസ്സിലായ എളുപ്പമാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ഇതിനകത്ത് എന്തില്ല? ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഇല്ല, ബ്രോമിൻ ഇല്ല, അയോഡിൻ ഉണ്ട്, അസ്റ്റാറ്റിൻ ഉണ്ട്. ഓസ്മിയം എന്ന് പറയുന്ന ആ ഹാലജൻ ഫാമിലിയിലേ പെടുന്നതല്ല കേട്ടോ. യെസ്. ദ ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് ഡാഷ്. ബ്രാസ് എന്ന് പറയുന്നത് എന്താണ്?
കോപ്പറും സിങ്കും. സിങ്കും. Zinc. സിങ്കും ബ്രാസ്. ഓടെന്ന് പറയും, ഓട്, ഓട്ടു വിളക്ക് എന്ന് കേട്ടിട്ടില്ലേ? എ കോമൺ ഫോമിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ ടൂത്ത് പേസ്റ്റ്. പത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏജന്റ്, ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന എന്താണ്? ഏതാണ്? Sodium lauryl sulfate. സോഡിയം ലോൾറിയൽ സൾഫേറ്റ്. Lauryl. ലോൾറിയൽ സൾഫേറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Forming a previously 84 മുതൽ 89 വരെ ഒന്ന് വായിച്ചേ. 84. കുറേ ആൾക്കാരെ കൊടുത്തിട്ടില്ലേ, അവരൊക്കെ ഡിസ്കവർ ചെയ്തത് നമ്മൾ നോക്കിയില്ല. ബാക്കിയുള്ളവരുടെ അല്ലേ? ആ. ശരി, കണ്ടുപിടിക്കാം. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഇതാണെന്ന് ഓർമ്മയില്ല. നോക്കൂ, ശ്രദ്ധിച്ച് കേൾക്കണേ. Sir. സർ ഹംഫ്രി ഡേവി ഇൻ ഫുൾ. സർ ഹംഫ്രി ഡേവി ബൊറോണറ്റ് എന്നാണ് അയാളുടെ മൊത്തം പേര്. അതവിടെ നിൽക്കട്ടെ. ദ ഇംഗ്ലീഷ് കെമിസ്റ്റ് ഡിസ്കവേർഡ് സെവറൽ കെമിക്കൽ എലമെന്റ് ഇൻക്ലൂഡിയം സോഡിയം. ഒന്നിട്ടിരിക്കോ, സോഡിയം. 2 പൊട്ടാസ്യം. അടുത്തത് മൈൻ ഫീൽഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സേഫ്റ്റി ലാമ്പ്. എന്താണ് സർ? സോഡിയം, പൊട്ടാസ്യം, സേഫ്റ്റി ലാമ്പ് ഇൻ മൈൻ ഫീൽഡ്. മൈൻ ഫീൽഡ്. Safety lamp. സേഫ്റ്റി ലാമ്പ് ഇൻ മൈൻ ഫീൽഡ് എഴുതിയോ? Yes. അടുത്തത്, അടുത്ത ആളുടെ പേരെന്താ? ജോസഫ് പ്രിസ്ലി. നമ്മൾ പഠിച്ചില്ലേ? അത് ഡാനിയൽ റുദർഫോർഡ് അല്ലേ? റുദർഫോർഡിന്റെ കണ്ടുപിടുത്തം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്താ? റുദർഫോർഡ് പഠിച്ചില്ല മക്കളെ? വിടുന്നില്ലേ? ഡാനിയൽ റുദർഫോർഡ് discovered between noxious air or fire nitrogen carbon dioxide. ഇത് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. നൈട്രജൻ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. പിന്നെ ആരാ? ഹെൻറി കാവൻഡിഷ് അല്ലേ? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് എന്ത് കണ്ടുപിടിച്ചു? അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഹൈഡ്രജനും ഇൻഫ്ലെയിമബിൾ എയർ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചു, അതിനെ അദ്ദേഹം ഇട്ട പേര് ഇൻഫ്ലെയിമബിൾ എയർ എന്നാണ്. പിടി കിട്ടിയോ? യെസ്.
യെസ്, എനി ഡൗട്ട്? ഇല്ല. യെസ്, വായിച്ചോളൂ കേൾക്കട്ടെ. 84. Who discovered oxygen gas? Joseph Priestley. 85. Full form of IUPAC, International Union of Pure and Applied Chemistry. 86. Bronze is an alloy of copper and tin. 87. The heaviest non-halogen astatine. 88. Brass is an alloy of copper and zinc. 89. A common forming agent used in toothpaste, sodium lauryl sulfate. യെസ്, അടുത്തത്. 4. Who discovered oxygen gas? Joseph Priestley. Full form of IU, International Union of Pure and Applied Chemistry. Bronze is an alloy of copper and heaviest non-halogen astatine. Brass is an alloy of copper and common forming agent used in toothpaste, sodium lauryl sulfate. യെസ്, 6:25. നമുക്കൊരു 40 വരെ പോയാലോ ശരിക്കേ? സാർ ഇല്ല. ഏ an organic compound present in ചോക്ലേറ്റ്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണ്? ഏതാണ്? എന്താ വായിക്കുക? എന്താണ്? എന്താ വായിക്കുക? ഏതോ ഓപ്ഷൻ എ. എ എ ആണ്. ആ, ഏതാണ്? ഈഥൈലമീൻ. ഫിനൈൽ ഈഥൈലമീൻ. ഈഥൈൽ അമീൻ. ഫിനൈൽ ഈഥൈൽ അമീൻ. അടുത്ത്, the element which is present in all acid. എല്ലാ ആസിഡിലും കാണപ്പെടുന്ന എലമെന്റ് ഏതാണ്? ഏതാണ് മക്കളെ? സാർ ഏ ഹൈഡ്രജൻ. ഹൈഡ്രജൻ. The element which present in all acid is hydrogen. അടുത്ത, who invented soda water? ആരാ കണ്ടുപിടിച്ച സോഡ വാട്ടർ? സോഡാ വാട്ടർ. ജോസഫ് പ്രിസ്ലി. ജോസഫ് പ്രിസ്ലി. ഓക്സിജൻ ഗ്യാസ് കണ്ടെത്തിയ ആള്. ഓക്സിജൻ ഗ്യാസ് കണ്ടെത്തിയ ആളാണ് അല്ലേ? CO2 അല്ലേ? പ്രീസ്ലി. ജോസഫ് പ്രിസ്റ്റിലെ ഓക്സിജൻ ഗ്യാസ് കണ്ടെത്തിയ ആളാണ്. എന്ത് കണ്ടെത്തിയത്? സോഡ വാട്ടർ കണ്ടെത്തി. Who developed pH scale? ആരാ pH സ്കെയിൽ ഡെവലപ്പ് ചെയ്തേ? സൊറൻസൺ. എങ്ങനെ? സോറൻ സൊറൻസൺ. പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ? അതെ. സൊറൻസൺ pH സ്കെയിൽ. അടുത്ത, who invented bleaching powder? ബ്ലീച്ചിങ് പൗഡർ ആര് കണ്ടെത്തി? ചാൾസ് ടെന്നന്റ്. എങ്ങനെയാ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നേ? എങ്ങനെയാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? കുമ്മായപ്പൊടിയുടെ മുകളിലൂടെ ക്ലോറിൻ കടത്തിവിടും അല്ലേ? അതെ, സ്ലേക്കട്ട് ലൈമിലൂടെ ക്ലോറിൻ കടത്തിവിടുമ്പോൾ എന്തുണ്ടാവും? ബ്ലീച്ചിങ് പൗഡർ. ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഏതാ? Best conductor of electricity.
Silver. സിൽവർ. ഗോൾഡ് ഉണ്ടെങ്കിലോ? Huh? ഗോൾഡ് ഉണ്ടെങ്കിലോ? ഓപ്ഷനിൽ ഗോൾഡ് ഉണ്ടെങ്കിലോ? എങ്കിലും സിൽവർ ആണ് കേട്ടോ. Ah. യെസ്. അടുത്തത്. ഐസോടോപ്സ് ഓഫ് എലമെന്റ്സ് contain the same number of dash and dash. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റിൽ സെയിം നമ്പർ ഓഫ് എന്തുണ്ടാകും എന്നാണ് ചോദ്യം. എന്തുണ്ടാകും? Confused. എന്താകും മക്കളെ? എന്താണ് സാർ? ഐസോടോപ്പിന്റെ പ്രത്യേകത എന്താണ്? സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. Friends. അല്ലേ? Same. സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ബട്ട് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂട്രോൺ വ്യത്യസ്തമായിരിക്കും, പക്ഷെ പ്രോട്ടോൺ തുല്യമായിരിക്കും. ഗാൽവനൈസ്ഡ് അയൺ. GI അയൺ എന്ന് കേട്ടിട്ടുണ്ടോ? GI പൈപ്പ്. GI പൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതിനെയാണ് ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. ഷീറ്റ് ഹാവ് കോട്ടിംഗ് ഓഫ് ഡാഷ്. ഏതാണ്? Sing. സിങ്ക് കോട്ടിംഗ് ഉണ്ട്. സിങ്ക് കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്താ? തുരുമ്പെടുക്കത്തില്ല. മനസ്സിലായോ? ഇരുമ്പ് തുരുമ്പെടുക്കാതിരിക്കുന്നതിന് വേണ്ടി അതിനകത്ത് സിങ്ക് കോട്ടിംഗ് ഇടും. അതിനെയാണ് ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറയുന്നത്. എന്തയൺ? Galvanized iron. ഗാൽവനൈസ്ഡ് അയൺ. ഓക്കെ. വായിച്ചേ കേക്കട്ടെ. സാർ 90 ആ ഓപ്ഷൻ എ ഒന്നും കൂടി വായിച്ചു തരൂ. ഏതാണ് മക്കളെ? ഫസ്റ്റത്തേത്. ഫസ്റ്റത്തെയോ? An organic compound present in the chocolate. ചോക്ലേറ്റിൽ കാണപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട് എന്താണ്? ഫിനൈൽ ഈഥൈൽ അമീൻ. ഫിനൈൽ ഈഥൈൽ അമീൻ. Okay. Phenylethyl amine. യെസ്. വായിക്കൂ കേക്കട്ടെ. ഫിനൈലെഥൈൽ അമീനോ. വല്ലാത്തൊരു പേര് സാർ. വല്ലാത്തൊരു പേര് എന്നറിയാം. നല്ല അടുത്ത ആരെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവർത്തന്റെ പേര് ചേർത്തങ്ങ് വിളിച്ചാൽ മതി. ഫിനൈൽ ഈഥൈൽ അമീൻ. ഫിനൈലെഥൈൽ അമീൻ. ദ ഓർഗാനിക് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദ ചോക്ലേറ്റ്. ചോക്ലേറ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പേരിട്ട് വിളിച്ചാലും മതി. ഫിനൈൽ ഈഥൈൽ അമീൻ ചോക്ലേറ്റ്. കേട്ടോ? ഇങ്ങനൊക്കെ ഓരോ നമ്പറുകൾ ഇറക്കിയാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. മനസ്സിലായില്ലേ? വായിക്കൂ. 90. An organic compounds present in chocolate. Phenylethyl amine. 91. The element which is present in all acids. Hydrogen. 92. Who invented soda water? Joseph Priestley. 93. Who developed pH scale? Soren Sorensen. 94. Who invented bleaching powder? Charles Tennant. 95. Best conductor of electricity? Silver. 96. Isotopes of an element contain the same number of protons but a different number of neutrons. 97. Galvanized iron sheet have a coating of zinc. Yes. Sarika vaaiche. Question number 9. An organic compound present in chocolate. Phenyl ethyl amine. The element is present in all acids. Hydrogen. Who invented soda water? Joseph Priestley. Who developed pH scale? Soren Sorensen. Who invented bleaching powder?
Charles Tennant. Best conductor of electricity is silver. Isotopes of an element contain the same number of protons but different number of neutrons. Galvanized iron sheets have a coating of zinc. Yes.